ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. പത്രമാറ്റിൻ്റെ അടുത്ത ആഴ്ചയിലെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ അനന്തമൂർത്തി അനിയുടെയും അതേപോലെ തന്നെ അവന്തികയുടെയും കല്യാണം നടത്താൻ തന്നെ തീരുമാനിച്ചിരിക്കുകയാണ്. പക്ഷേ ഇപ്പോൾ ഒരു നിശ്ചയം നടത്തിയിട്ട് ബാക്കി ഡിവോഴ്സിന് ശേഷം അവർ രണ്ടുപേരുടെയും കല്യാണം നടത്താമെന്ന് തന്നെയാണ് മൂർത്തി മുത്തശ്ശിൻ്റെ വിചാരം. പക്ഷേ ഈ കാര്യങ്ങളെല്ലാം നമ്മുടെ അനി നന്ദുവിനോട് തുറന്നു പറയുകയാണ്. നന്ദു, എങ്ങനെയെങ്കിലും ഈ കല്യാണം മുടക്കാനുള്ള എന്തെങ്കിലും വഴി ഒപ്പിച്ച് തരാമോ എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും, എടാ ഞാൻ എന്ത് വഴി ഒപ്പിച്ച് തരാനാ, എൻ്റെ ബുദ്ധിയിൽ ഒന്നും ഉദിക്കുന്നില്ല എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ഈ നിശ്ചയം നടക്കും. ആ നിശ്ചയം നടക്കട്ടെ, കല്യാണമല്ലല്ലോ നടന്നത്, നിശ്ചയമല്ലേ എന്ന് പറഞ്ഞപ്പോഴേക്കും, നിശ്ചയം നടന്നാൽ ഉറപ്പായിട്ടും കല്യാണം നടത്തേണ്ടി വരും. എങ്കിൽ നീ ഒരു കാര്യം ചെയ്യ്, കല്യാണം അങ്ങോട്ട് നടത്ത്, അതായിരിക്കുമല്ലോ നല്ലത്. നീ അങ്ങനെ പറയരുത് കേട്ടോ നന്ദു. എൻ്റെ ഒരു പ്രശ്നത്തിന് വേണ്ടി നിന്നെ സോൾവ് ചെയ്യാൻ വേണ്ടി ഞാൻ വിളിച്ചത്. എന്നിട്ട് നീ ഇങ്ങനെയൊക്കെ സംസാരിച്ച് കഴിഞ്ഞാൽ എനിക്ക് മനസ്സിനത് വല്ലാത്തൊരു ബുദ്ധിമുട്ടായി തോന്നും. നന്ദു, നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? പിന്നെ ഞാൻ എന്ത് പറയാനാടാ? അതേ, വീട്ടുകാർ മുഴുവനും നിൻ്റെ നിശ്ചയം നടത്താനായിട്ട് തീരുമാനിച്ചിരിക്കുക. ആ സമയത്ത് ഞാൻ എന്തും പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് വരാനാണ് എന്നും പറഞ്ഞുകൊണ്ട് നന്ദു തൻ്റെ മനസ്സിലുള്ള കാര്യങ്ങളെല്ലാം പറയുകയാണ്. ഇതേ സമയം തന്നെ ഈ നവ്യാണെങ്കിൽ ഇവർ രണ്ടുപേരുടെയും കല്യാണം എങ്ങനെയും മുടക്കണമല്ലോ. അപ്പോൾ അതിനു വേണ്ടി തന്നെ അജ്ഞാത മെസ്സേജ് അയച്ചിരിക്കുകയാണ് ഈ അനാമികയുടെ ഫോണിലേക്ക്. അപ്പോൾ അനാമിക ചെന്ന് ഈ കാര്യങ്ങളെല്ലാം അച്ഛനോട് തുറന്ന് പറയുന്നുണ്ട്. അച്ഛൻ ഇതേപോലെ ഒരു അജ്ഞാത മെസ്സേജ് അത് വന്നിരിക്കുന്നത് ഈ കല്യാണം നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അനിക്കാണ് എല്ലാ ഗുണങ്ങളും കിട്ടുന്നതെന്ന്. ഇത് കിട്ടുമ്പോഴേക്കും, എടി ഇത് ആരാണ് മോളെ അങ്ങനൊരു മെസ്സേജ് അയച്ചാൽ? ആരാണ് എന്താണെന്നൊന്നും അറിയില്ല, ഏതോ ഒരു ഫോണിൽ നിന്ന് വന്നതാ, നമ്പറൊന്നും കാണാൻ പറ്റുന്നില്ലല്ലോ. പക്ഷേ ഇതിലെന്തൊക്കെയോ ഒരു കള്ളക്കളി ഉണ്ടെന്ന് തോന്നുന്നത് അച്ഛാ. കാരണം അനിക്കങ്ങനെ ഗുണം കിട്ടുന്ന ഒരു കാര്യം നമ്മൾ ചെയ്യാനായിട്ട് പാടില്ല. അല്ല എടി, ആ നവീൻ വക്കീൽ നമ്മളോട് പറഞ്ഞെന്താ, ഈ കല്യാണം നടക്കട്ടെ, ഈ കല്യാണം നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിവോഴ്സ് പെട്ടെന്ന് നടത്താനായിട്ട് അവർ മുന്നിട്ട് വരും, അപ്പം നിങ്ങൾ ചോദിക്കുന്ന പൈസ മുഴുവനും തരുമെന്നല്ലേ പറഞ്ഞത്. അപ്പോൾ പിന്നെ നമുക്ക് അതിനെക്കുറിച്ച് പേടിക്കേണ്ട ആവശ്യമുണ്ട്? ഈ നവീൻ വക്കീലില്ലേ, ആ നവീൻ വക്കീൽ നന്ദുവിനെ കല്യാണം കഴിക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിലുള്ള പരിപാടികളിൽ ഒപ്പിച്ചത്. അനിയുടെയും അവന്തികയുടെയും കല്യാണം കഴിഞ്ഞാൽ നവീൻ വക്കീലിന് നന്ദുവിനെ കല്യാണം കഴിക്കാമല്ലോ. അപ്പം അതിനു വേണ്ടിയായിരിക്കും ഇങ്ങനെയൊക്കെ പറഞ്ഞത്. എടി, എന്തായാലും നമുക്ക് പൈസ കിട്ടിയാൽ മതി, നമുക്ക് നമ്മുടെ പൈസ കിട്ടണം, അല്ലെങ്കിൽ അതിന് നമ്മൾ സമ്മതിച്ച് കൊടുക്കരുത് എന്നൊക്കെ ഈ അനാമികയുടെ അച്ഛനും ഇങ്ങനെ പറയാം. അങ്ങനെ ശരി, നമുക്ക് എന്താണെന്നൊന്ന് ആലോചിച്ച് നോക്കാം. ഇതിലെന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും ഈ കല്യാണം മുടക്കണമെന്നും പറഞ്ഞുകൊണ്ട് നടക്കുകയാണ് ഇവർ രണ്ടുപേരും കൂടി. ഈ സമയം തന്നെ അനന്തപുരിയിൽ നമ്മുടെ മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ പറയുകയാണ്, ഇനിയിപ്പോൾ കാര്യങ്ങളെല്ലാം സോൾവായി. നയനമോളും ആദർശും ഒക്കെ ഈ വീട്ടിലേക്ക് തിരിച്ചു വന്നു. ഇനി ആ നല്ലൊരു ചടങ്ങ് നടത്തണ്ടേ നമുക്ക്? അത് ശരിയാണ് ഇദ്ദേഹം പറഞ്ഞത്, നമുക്ക് ആ നല്ലൊരു ചടങ്ങ് നടത്തുക തന്നെ ചെയ്യണം. എത്രയും പെട്ടെന്ന് അവന്തികയുടെയും അനിയുടെയും നിശ്ചയം അങ്ങോട്ട് നടത്തി വെച്ചേക്കാം. അതിനുശേഷം ബാക്കിയുള്ള തീരുമാനിച്ചാൽ മതിയല്ലോ. പുറത്താരും ഈ സത്യങ്ങളൊന്നും അറിയരുത് എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും, ആരറിയാനായിട്ട്? അങ്ങനെ എല്ലാവരെയും വിളിച്ചു വരുത്തുകയാണ്. അതായത് അനിയെയും അഭിയെയും നവ്യയെയും ബാക്കിയുള്ളവരെല്ലാവരെയും വിളിച്ചു വരുത്തുകയാണ്. ഈ നിശ്ചയം നടത്താൻ തന്നെ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുകയാണ് കേട്ടോ എന്നൊരു സൂചന കൊടുക്കുകയാണ്. ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും എനിക്കാണെങ്കിൽ ആകെ ടെൻഷൻ. മുത്തശ്ശ, ഞാൻ പറയുന്നതൊന്ന് കേൾക്കും മുത്തശ്ശ, എനിക്ക് ഈ കല്യാണത്തോട് ഒരു താല്പര്യമില്ല മുത്തശ്ശ. ഈ അനാമികയെ പോലെ തന്നെ ഈ കല്യാണം എന്നെക്കൊണ്ട് നിർബന്ധിച്ച് കഴിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഞങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും സന്തോഷം ഉണ്ടാകുക മുത്തശ്ശ. മുത്തശ്ശനൊന്ന് ആലോചിച്ച് നോക്ക്. അനാമികയെ പോലെയാണോ അവന്തിക മോളുടെ സ്വഭാവം നല്ല സ്വഭാവമാണ്, അതും ഈ കുടുംബത്തിലെ കുട്ടിയാണ്. ഈ കുടുംബത്തിലെ കുട്ടിയെ കല്യാണം കഴിച്ചെന്ന് വിചാരിച്ച് നിനക്ക് എന്താണ് അനി സംഭവിക്കാനായിട്ട് പോകുന്നത്? ഞാൻ പറയുന്നത് അങ്ങോട്ട് കേട്ടാൽ മതി നീ എന്നും പറഞ്ഞുകൊണ്ട് അനിയെ അങ്ങോട്ട് ഭീഷണിപ്പെടുത്തുകയാണ്. അപ്പോൾ അവിടെ ജാനകിയും കിടന്ന് ഒച്ചപ്പാടുണ്ടാക്കുകയാണ്. എടാ അനി, നീ ഈ കല്യാണത്തിന് സമ്മതിച്ചില്ലെങ്കിൽ പിന്നെ ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവേ, ഞാനിവിടെ നിൽക്കുകയൊന്നുമില്ല. നിൻ്റെ മനസ്സിൽ നന്ദു എന്ന് പറഞ്ഞുള്ളൊരു സ്വപ്നം ഉണ്ടെങ്കിൽ അത് നീ അങ്ങോട്ട് മാറ്റി വെച്ചാൽ മതി, അതൊരിക്കലും നടക്കാനായിട്ട് പോകുന്നില്ല എന്നുള്ളൊരു കാര്യവും അവിടെ പറയുകയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടാത്തൊരവസ്ഥ, ആകെ തലപൊകുഞ്ഞൊരവസ്ഥ നിൽക്കുകയാണ്. പക്ഷേ ആദർശവും അതേപോലെ തന്നെ നയനൊക്കെ ആകെ സന്തോഷത്തില്ല. പക്ഷെ നവ്യക്ക് മാത്രം വലിയ സന്തോഷമൊന്നുമില്ല. നവ്യക്ക് സത്യങ്ങളെല്ലാം അറിയാലോ. ഈ അവന്തിക എന്തിനു വേണ്ടിയാണ് അനിയെ കല്യാണം കഴിക്കാൻ പോകുന്നതെന്നുള്ള സത്യം ഈ അഭി തന്നെ നവ്യയോട് പറഞ്ഞിട്ടുണ്ട്. അപ്പം നവ്യയാണെങ്കിൽ
വീണ്ടും അജ്ഞാത മെസ്സേജ് എടുക്കുകയാണ്. നിങ്ങൾ എത്രയും പെട്ടെന്ന് ഈ നിശ്ചയം മുടക്കാനായിട്ട് നോക്കിക്കോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് വലിയ ദോഷം ഒരിക്കൽ സംഭവിക്കാനായിട്ട് പോകുന്നത്. നിങ്ങൾക്ക് കിട്ടാനുള്ള പൈസയൊന്നും കിട്ടാനായിട്ട് പോകുന്നില്ല. ഇവിടുത്തെ മൂർത്തി മുത്തശ്ശൻ അനന്തമൂർത്തി ഒരു മഹാകള്ളനാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ മെസ്സേജ് എടുക്കുകയാണ് നവ്യ. അപ്പോൾ ഈ ഒരു മെസ്സേജ് അനാമിക കണ്ടു കഴിഞ്ഞപ്പോഴേക്കും അച്ഛ വീണ്ടും അജ്ഞാത മെസ്സേജ് വന്നിട്ടുണ്ടേ. ഈ കല്യാണം നടന്നു കഴിഞ്ഞാൽ നമുക്കൊന്നും കിട്ടാനായിട്ട് പോകുന്നില്ല, പൈസയൊന്നും അവർ തരാനായിട്ട് പോകുന്നില്ല. അതുകൊണ്ട് ഈ കല്യാണം മുടക്കണം. പിന്നെ ഡിവോഴ്സ് എത്രയും പെട്ടെന്ന് അവർക്ക് മേടിച്ചെടുക്കാൻ അറിയാം. അതിനുള്ള സൂത്രപ്പണികളെല്ലാം അവർ ചെയ്യുന്നുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് അച്ഛൻ മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഇനി നമ്മൾ എന്ത് ചെയ്യും എന്ന് ചോദിക്കുകയാണ്. ദൈവമേ, അങ്ങനെയാണെങ്കിൽ ഈ നിശ്ചയം നടത്താനായിട്ട് സമ്മതിക്കരുതല്ലോ മോളെ. അങ്ങനെ അയാൾ നമ്മളെ പറ്റിച്ചിട്ട് ആ കല്യാണം നടത്താമെന്ന് വിചാരിക്കണ്ട. അയാൾക്കിട്ട് 8ന്റെ പണി തന്നെ കൊടുക്കണമെന്നും പറയാണ്. അപ്പോൾ അതെങ്ങനെയും നടക്കണം. അപ്പോൾ ഈ സമയം തന്നെ നമ്മുടെ നവീൻ വക്കീൽ. അപ്പോൾ നവീൻ വക്കീൽ വേറൊരു കാഴ്ച കണ്ടല്ലോ. ഈ കടപ്പുറത്തിൻ്റെ അരികത്ത് നിന്ന് ഈ നന്ദുവും അതേപോലെ തന്നെ അനിയും കൂടി കെട്ടിപ്പിടിച്ചിരിക്കുന്ന സീനാണ് അവിടെ കാണുന്നത്. ആദ്യം നമ്മുടെ നവീൻ വക്കീൽ വിചാരിച്ചത് അനിയാണ് നന്ദുവിനെ വളച്ചെടുക്കുന്നതെന്ന്. പക്ഷേ ഇപ്പോൾ നവീൻ വക്കീലിന് മനസ്സിലായി രണ്ടുപേരും പ്രണയത്തിലാണെന്ന്. പക്ഷെ അത് വല്ലാത്തൊരു ഷോക്കായി മാറിയിരിക്കുകയാണ്. അങ്ങനെ ഈ അനാമികയും അതേപോലെ തന്നെ അനാമികയുടെ അച്ഛനും കൂടി നവീൻ വക്കീലിനെ കാണാനായിട്ട് പോവുകയാണ്. വക്കീൽ പറഞ്ഞത് വല്ല നടക്കോ? ഈ നിശ്ചയം നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ കാര്യത്തിന് വല്ല ഇതുണ്ടാവുമെന്ന് ചോദിച്ചപ്പോഴേക്കും അതെന്താ അങ്ങനെ പറഞ്ഞത്? ഈ നിശ്ചയം നടക്കട്ടെന്നേ. ഈ നിശ്ചയം നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിവോഴ്സ് വേണമെന്നും പറഞ്ഞ് അവർ നിങ്ങളുടെ മുന്നിൽ വരും. അപ്പോൾ നിങ്ങൾ ചോദിക്കുന്ന പൈസ അവർ തരുമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലേ. പിന്നെ എന്താ പ്രശ്നം? വക്കീൽ ശരിക്കും ഉരുണ്ടും മറിഞ്ഞ് കളിക്കുകയാണെന്നൊക്കെ ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. ആ അനിയുടെ കല്യാണം കഴിഞ്ഞാലേ വക്കീലിന് നന്ദുവിനെ കല്യാണം കഴിക്കാനായിട്ട് പറ്റുള്ളൂ. നന്ദു വക്കീലിൻ്റെ അരികിലേക്ക് വരുള്ളൂ. അതും ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാവുന്ന കാര്യമാണ് വക്കീലെ. പക്ഷേ ഞങ്ങൾക്കിനി ഇത് പിടിച്ചു നിർത്താനായിട്ട് സാധിക്കില്ല. അങ്ങനെ ഞങ്ങളെ പറ്റിച്ചുകൊണ്ട് ഒരു കല്യാണം നടത്താനായിട്ട് ഞങ്ങൾക്ക് സമ്മതമല്ല എന്നൊക്കെ പറയാം. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നവീൻ വക്കീലാകെ ഞെട്ടിപ്പോവാണ്. ദൈവമേ, ഇനി ഇവരിടപെട്ട് ഈ കല്യാണം മുടക്കോ എന്നുള്ളൊരു ചിന്ത വരെയും നവീൻ വക്കീലിൻ്റെ മനസ്സിലുണ്ട്. അത് നിങ്ങൾ ഞാൻ പറയുന്നത് കേൾക്കും. ഞങ്ങൾക്ക് ഇനി ഒന്നും കേൾക്കേണ്ട ആവശ്യമൊന്നുമില്ല. ആ നിശ്ചയം നടത്താനായിട്ട് ഒരുക്കമല്ലെന്ന് പറഞ്ഞാൽ ഒരുക്കമല്ല. ഇത് മുടക്കാനുള്ള പരിപാടിയൊക്കെ ഞങ്ങൾക്ക് അറിയാം. വാ മോളെ എന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ചുകൊണ്ട് പോവുക. സമയം തന്നെ അനിയാണെങ്കിൽ ആകെ ദുഃഖത്തിലാണ്. അനി വീണ്ടും നന്ദുവിനെ വിളിക്കുക. പക്ഷേ നന്ദു അവിടെ ഫോൺ എടുക്കുന്നില്ല. കാരണം അച്ഛനമ്മയും പറഞ്ഞു, അവൻ്റെ നിശ്ചയം എടുത്തിരിക്കുകയാണ്. ഇനി അവൻ്റെ മനസ്സ് മാറ്റാനുള്ള കാര്യങ്ങളൊന്നും മോളെ നീ ചെയ്യരുത്. അങ്ങനെ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കുടുംബത്തോട് ചെയ്യുന്ന ഏറ്റവും വലിയ ചതിയായിരിക്കും. കാരണം നിൻ്റെ 2 ചേച്ചിമാരും ആ വീട്ടിലുള്ളതാണ്. പിന്നെ നയനമോളും അവിടെ ഉള്ളതാണ്. നയനമോൾക്ക് ഒരു കുറവും കൂടാതെയാണ് അവർ നോക്കുന്നത്. അത്രയും വലിയൊരു സൗഭാഗ്യമൊക്കെയാണ് അവൾക്ക് കിട്ടിയിരിക്കുന്നത്. നീ കാരണം അതില്ലാതെ ആകരുതെന്നൊക്കെ പറയാം. അങ്ങനെ ആ നിശ്ചയത്തിൻ്റെ ആ ഒരു ദിവസം എത്തുകയാണ്. അപ്പോൾ ആ നിശ്ചയത്തിൻ്റെ ആ ഒരു ദിവസം എത്തി. അവന്തിക്കാണെങ്കിൽ ഭയങ്കര സന്തോഷത്തിൽ അനിയെ കല്യാണം കഴിക്കാനായിട്ട് പറ്റുമല്ലോ. അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഈ കുടുംബം പിടിച്ചെടുക്കാം എന്നുള്ളൊരു തോന്നലാണ് അവന്തികയുടെ മനസ്സിൽ. ഇങ്ങനെ ഈ നാഗേന്ദ്രനെ കാണിക്കുക. അപ്പോൾ നാഗേന്ദ്രനെ കാണാനായിട്ട് ഇവരാരും അറിയാതെ അഭി പോകുന്നുണ്ട്. അപ്പോൾ മോനെ നിശ്ചയം നടക്കാനായിട്ട് ഒരുങ്ങുകയല്ലേ എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും അതേ അച്ഛാ, ഇനി അതിൽ യാതൊരു തടസ്സവുമില്ല. നമ്മുടെ അവന്തികയ്ക്ക് നല്ലൊരു ജീവിതം കിട്ടാനായിട്ട് പോവുകയാണ്. കിട്ടട്ടെ, അതിന് ശേഷമല്ലേ അവിടെ എന്ത് വേണം ഏത് വേണം എന്നൊക്കെ ഞാൻ തീരുമാനിക്കുന്നത്. എൻ്റെ മോൾക്ക് ആ ഒരു ജീവിതം കിട്ടട്ടെ, പിന്നെ ഞാൻ അവിടെ പൊളിച്ചെടുക്കും എന്നൊക്കെ ഈ നാഗേന്ദ്രൻ ഇങ്ങനെ സംസാരിക്കുക. അതിനുശേഷം അനന്തപുരിയിൽ നല്ല ആഘോഷം നടത്താൻ ഡെക്കറേഷനൊക്കെ ചെയ്ത് അടിപൊളിയായിട്ട്. പക്ഷേ പുറത്താരും ഒന്നും അറിയാതെ തന്നെയാണ് ഇവർ ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. അപ്പോൾ അവന്തികയെ നല്ല സുന്ദരിയായിട്ട് തന്നെ ഒരുക്കുകയാണ്. അപ്പോൾ നയന വന്നിട്ട് മോൾക്കിപ്പോൾ സന്തോഷമായില്ലെന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും തീർച്ചയായിട്ടും ഏട്ടത്തി എനിക്ക് ഒത്തിരി സന്തോഷമായി. കാരണം ഈ ഒരു കല്യാണം നടക്കണമെന്ന് എനിക്ക് വല്ലാത്തൊരു ആഗ്രഹമായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, നവീനേട്ടൻ എന്നെ വേണ്ടെന്ന് പറഞ്ഞില്ലേ, ആ സമയത്താണ് എൻ്റെ മനസ്സിൽ ഇങ്ങനൊരു കാര്യം ഓടി വന്നത്. അതുകൊണ്ടാണ് അനിയേട്ടനെ തന്നെ കല്യാണം കഴിക്കണമെന്ന് എൻ്റെ മനസ്സ് വല്ലാതെ ആഗ്രഹിച്ചു പോയത്. അതിനിപ്പോൾ എന്താ, ആ കല്യാണം നടക്കാനായിട്ട് പോവല്ലേ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ അവന്തികയെ നല്ല രീതിയിൽ തന്നെ ഒരുക്കുക. സമയം തന്നെ അനിയാണെങ്കിൽ ഭയങ്കര മൂഡ് ഓഫിലാണ്. അപ്പോൾ അനിയെ ഒരുക്കിക്കൊണ്ടിരിക്കുമ്പോൾ ആദർശ് പറയണം, നിനക്ക് എന്താണ് പറ്റിയത്? അവൾ നല്ലൊരു കുട്ടിയല്ലേ, അവളെ കല്യാണം കഴിച്ചെന്ന് വിചാരിച്ച് നിനക്ക് എന്താ
സംഭവിക്കാനായിട്ട് പോകുന്നെന്ന് ചോദിച്ചപ്പോഴേക്കും ഏട്ടാ എനിക്ക് തോന്നുന്നില്ല അവൾ നല്ലൊരു കുട്ടിയാണെന്ന്, അവൾ ഇതിൽ കളിക്കുകയാണെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം എല്ലാവരെയും പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് ഏട്ടാ എന്നൊക്കെ ഇങ്ങനെ സംസാരിച്ച് കഴിഞ്ഞപ്പോഴേ അതൊക്കെ നിൻ്റെ വെറും തോന്നലാണ്. നിൻ്റെ നിശ്ചയമൊക്കെ കഴിയട്ടെ, നിൻ്റെ മനസ്സിലെ വേറെന്തോ ആണ്. പക്ഷേ നന്ദു എന്ന് പറഞ്ഞ ഒരാൾ നിൻ്റെ മനസ്സിലുണ്ടാകാൻ പാടില്ല. അങ്ങനെ എന്തെങ്കിലും നിനക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അത് മാറ്റി വെച്ചോളണം. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അവന്തികയോട് നീ ചെയ്യുന്ന ഏറ്റവും വലിയ ചതിയായിരിക്കും. ഭാര്യയെ വെച്ചുകൊണ്ട് കാമുകിയെ മനസ്സിലിട്ടുകൊണ്ട് നടക്കാനായിട്ട് പാടില്ലടാ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ആദർശം ഉപദേശിക്കുകയാണ്. ഈ സമയം തന്നെ ഈ വേണുവും അതേപോലെ തന്നെ ഈ അനാമികയും നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് ചെന്ന് പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി കൊടുക്കുകയാണ്. ഡിവോഴ്സ് കഴിയാതെ നിശ്ചയം നടത്താനായിട്ടാണ് അനന്തപുരിക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. അത് ഇന്നാണ് നിശ്ചയം, മുടക്കിയില്ലെങ്കിൽ എൻ്റെ മോളുടെ ജീവിതത്തെയാണ് ഇത് ബാധിക്കുന്നത് എന്നും പറഞ്ഞുകൊണ്ട് പോലീസ് സ്റ്റേഷനിൽ പോയി ഒരു പരാതി കൊടുക്കുക. അതെല്ലാം പരാതി കൊടുത്തു കഴിഞ്ഞപ്പോഴേക്കും ഇവർ ആ പരാതി എഴുതുകയും ചെയ്യണം. എത്രയും പെട്ടെന്ന് ആ ഒരു നിശ്ചയം മുടക്കണമെന്നും പറയാം. അങ്ങനെ നമ്മുടെ മുത്തശ്ശനും മുത്തശ്ശിയും ഒക്കെ എല്ലാവരും സന്തോഷത്തിൽ ആർമാദിച്ചിങ്ങ് നിൽക്കുക. അങ്ങനെ അനിയും അതേപോലെ തന്നെ അവന്തികയും താഴത്തേക്ക് ഇറങ്ങി വരികയാണ്. അവന്തിക്കാണെങ്കിൽ ഭയങ്കര സന്തോഷത്തിൽ താഴത്തേക്ക് ഇറങ്ങി വന്നപ്പോൾ മുത്തശ്ശൻ സ്വീകരിക്കണം. വാ വാ മക്കളെ വാ, ഏതായാലും ഈ നിശ്ചയം നടത്താമെന്ന് ഞാൻ മനസ്സിൽ തീരുമാനിച്ചു, അത് നടക്കാനായിട്ട് പോവുകയാണ്. ഇനി ഇതിൽ യാതൊരു തടസ്സവും സംഭവിക്കാനായിട്ട് പോകുന്നില്ല. അധികം താമസിയാതെ നിനക്ക് ഡിവോഴ്സ് കിട്ടോടാ മോനെ, നീ ടെൻഷൻ ആവാതെ. അപ്പോൾ അനിയാണെങ്കിൽ ഇനി എന്ത് പറഞ്ഞിട്ട് എന്ത് കാര്യം, അത് നിന്ന് കൊടുക്കുക, അല്ലാതെ ഒരു രക്ഷയില്ലല്ലോ. അങ്ങനെ ആ ഒരു ചടങ്ങ് നടത്താൻ വേണ്ടി ഇവരെല്ലാവരും കൂടി ഇങ്ങനെ തമ്പിട്ട് നിന്ന് അനിയുടെ കയ്യിലേക്ക് ദാ ഒരു മോതിരം എടുത്ത് കൊടുക്കുകയാണ്. ഇനി ഈ നിശ്ചയം നടക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവന്തിക സന്തോഷത്തോടു കൂടി തന്നെ വിരലും നീട്ടിപ്പിടിച്ചുകൊണ്ട് നിൽക്കുക. ആ സമയത്താണ് ദാ വരുന്നടാ പോലീസ് ജീപ്പ് വന്നിട്ടുണ്ടെപ്പോഴേക്കും ഇവരാകെ ഞെട്ടിപ്പോയി. പോലീസ് ഇറങ്ങുകയാണ്. കൂടെ നമ്മുടെ നന്ദു ഉണ്ട്. നന്ദുവിനെ കൂടി കണ്ടു കഴിഞ്ഞപ്പോഴേക്കും അനിക്ക് സന്തോഷമായി. അപ്പോൾ നന്ദു പറ്റിച്ച പണിയാണെന്ന് അനി മനസ്സിലിങ്ങനെ കരുതുകയാണ്. അപ്പോൾ കൂടെ വരുന്നു ഇറങ്ങി അനാമികയും അനാമികയുടെ അച്ഛനും കൂടി. അപ്പോൾ ഇവരെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും എല്ലാവരും ഞെട്ടുകയാണ്. നിങ്ങൾ എന്താ വിചാരിച്ചത്? ഡിവോഴ്സ് കഴിയാതെ ഈ വീട്ടിൽ വെച്ച് അറിയാത്തൊരു നിശ്ചയം നടത്താമെന്നോ? നിങ്ങൾക്ക് എങ്ങനെ ധൈര്യം വന്നു? നിങ്ങളുടെ പേരിൽ കംപ്ലൈൻറ്റ് തന്നിരിക്കുകയാണ് ഇവരുടെ മകളുടെ ഡിവോഴ്സ് കഴിയാതെ നിങ്ങൾ രഹസ്യമായിട്ട് കല്യാണം നടത്താനായിട്ട് തീരുമാനിച്ചിരിക്കുന്നു, നിങ്ങളെ അറസ്റ്റ് ചെയ്യുന്നു എന്നിങ്ങനെ പറയുക. ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും മുത്തശ്ശനാകെ ഞെട്ടിപ്പോവാണ്. നന്ദുവിന് എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ല. കാരണം നന്ദു ഈ കൂട്ടത്തിലുണ്ടല്ലോ. അപ്പോൾ നന്ദുവിന് എന്ത് ചെയ്യാമെന്ന് അറിയാൻ പാടില്ല. അപ്പോൾ അനിക്കാണെങ്കിൽ സന്തോഷം തോന്നിക്കണം. ഈ നിശ്ചയം ഇവിടെ നടത്താനായിട്ട് പാടില്ല, നിങ്ങൾക്കെതിരെ ഞങ്ങൾ കേസ് എടുക്കും എന്ന രീതിയിൽ തന്നെ സംസാരിക്കുകയാണ്. അപ്പോൾ ഇനി വരാൻ പോകുന്നത് അടിപൊളി രംഗമാണ്. ആ രംഗത്തിന് വേണ്ടി കാത്തിരിക്കണേ. നന്ദി, നമസ്കാരം. താങ്ക് യു. സീ യു. ബൈ.